മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി നിശ്ചയിച്ച് നൽകാറില്ലെന്നും മുഖ്യമന്ത്രി പദത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്നും ലീഗ് നേതാവ് എം.കെ. മുനീർ. മുന്നണി വിപുലീകരണത്തിന് നിലവിൽ UDF ചർച്ച നടത്തിയിട്ടില്ല. അത് കൂട്ടായി എടുക്കേണ്ട തീരുമാനമാണ്. ഏതെങ്കിലും പാർട്ടിയുമായി ചർച്ച നടത്താൻ ചുമതലപ്പെടുത്തിയാൽ ലീഗ് അത് നിർവഹിക്കുമെന്നും എം.കെ. മുനീർ പറഞ്ഞു. കോൺഗ്രസ് വേറൊരാളുടെ മുഖ്യമന്ത്രിയെ ഒരിക്കലും മുസ്ലിം ലീഗ് നിശ്ചയിച്ചു കൊടുക്കാറില്ലല്ലോ. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ലല്ലോ, അത് ഒരു ഇമ്മച്വറായ സമയമല്ല. അത് നമ്മളിപ്പം മുന്നണി എന്താകും എന്നുള്ളതിനെക്കുറിച്ച്, ആരൊക്കെ വരും എന്നുള്ളതിനെക്കുറിച്ചും ഇതേപോലെ തന്നെ മുന്നണി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് മുസ്ലിം ലീഗിന് ഒറ്റക്ക് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് മുന്നണി കൂടിയാലോചനകളിലൂടെ മാത്രം നടക്കേണ്ട സംഭവവികാസങ്ങളാണ്. മുസ്ലിം ലീഗ് ഈ പറഞ്ഞ പോലെ ഈ മുന്നണിയിൽ കൂടുതൽ നമ്മളിൽ നിന്ന് വിട്ടുപോയവരെ ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന് ഒരു മാൻഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മളതിന് തയ്യാറാണ്, ചർച്ച ചെയ്യാൻ തയ്യാറാണ്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. സമീർ സി, ഈ ജാമിയ നൂരിയ സമ്മേളനത്തിന് പിന്നാലെ രമേശ് ചെന്നിത്തലയെ പ്രശംസിച്ചുകൊണ്ട് സാദിഖലി തങ്ങളും ലീഗ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുനീറിന്റെ പ്രതികരണം കൂടി വരുന്നത്. എങ്ങനെ കാണാം ഈ പ്രതികരണത്തെ, എങ്ങനെ വ്യാഖ്യാനിക്കാം? സുഹൈൽ സൂചിപ്പിച്ചതുപോലെ SNDPയുടെയും NSSന്റെയും വലിയ പിന്തുണ ലഭിക്കുന്നു. അതിന് തൊട്ടുപിറകെയാണ് രമേശ് ചെന്നിത്തല ജാമിയ നൂരിയ അറബിക് കോളേജിലെ പരിപാടിക്ക് എത്തിയത്. ആ പരിപാടിയിൽ എത്തിയ വേളയിൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ലീഗിന്റെ നേതൃത്വം രംഗത്ത് വരുന്നു. തിരിച്ച് ലീഗിന്റെ നിലപാടുകളെ ശ്ലാഘിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും രംഗത്ത് വരുന്നു. ഈ സംഭവം കൂടി പുറത്തു വന്നതിന് പിറകെയാണ് രമേശ് ചെന്നിത്തലയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന തലത്തിലേക്ക് ചർച്ചകൾ വ്യാഖ്യാനിക്കപ്പെട്ടു. ആ വേളയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ M.K. മുനീർ നിലപാട് വ്യക്തമാക്കുന്നത്. ഈ വേളയിൽ അത്തരം ചർച്ചകൾക്കല്ല പ്രസക്തി. അടുത്ത ഒന്നര വർഷത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പെത്തുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പെത്തുന്നത്. ആ വേളയിൽ നടക്കേണ്ട ചർച്ചകൾക്ക് ഇപ്പോൾ തന്നെ തുടക്കമിടുന്നതിൽ അർത്ഥമില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ആണ് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊള്ളേണ്ടത്. അത്തരമൊരു ഘട്ടത്തിൽ അതിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയാറില്ല. മുസ്ലിം ലീഗിന് അത്തരം കീഴ്വഴക്കമില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരുന്നു. ആ വേളയിൽ ഇപ്പോൾ ആ വിഷയത്തിൽ ലീഗിന്റെ നിലപാട് അല്ലെങ്കിൽ M.K. മുനീറിന്റെ ഈ നിലപാട് അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു നിലപാടായി മാറുന്നു എന്ന് തന്നെയാണ് ശ്രദ്ധേയമായ കാര്യം. ശരി, മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി നിശ്ചയിച്ച് നൽകാറില്ലെന്ന് പറഞ്ഞാണ് M.K. മുനീറിന്റെ പ്രതികരണം. സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.